എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവത്തിന് മുൻപിലായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന അഭിഷേകത്തിൻ്റെ രാത്രിയാണിന്ന്. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം ഒരുപാട് ദൈവജനം പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നശിക്കുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തിന് മുൻപിൽ വിലപിക്കേണ്ട നാളുകൾ, കണ്ണുനീരൊഴുക്കേണ്ട നാളുകൾ. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും എൻ്റെ സഹോദരങ്ങളെ എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത്? ഇത് കർത്താവിനോടൊപ്പം ഉണർന്നിരിക്കേണ്ട നാളുകളാണ്. മറ്റെന്തിനേക്കാൾ ഉപരി നമ്മുടെ കർത്താവ് ഇന്ന് ഒരുപാട് ദുഃഖിതനാണ്. ഈശോ ഒരുപാട് ഇന്ന് വേദനിക്കുന്നുണ്ട്. തൻ്റെ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട്, തൻ്റെ യുവജനങ്ങളെ ഓർത്ത്, താൻ തിരഞ്ഞെടുത്തവരെ ഓർത്ത്, തൻ്റെ സഭയോർത്ത്, താൻ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്കു വാങ്ങിയ ആ നിത്യരക്ഷയെ അവഗണിച്ചുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകുന്ന ഒരാത്മാവിനെ ഓർത്ത് കർത്താവ് ഇന്ന് ഒരുപാട് വേദനിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിൽ നോക്കി കരഞ്ഞ അതേ കർത്താവ് ഇന്ന് കരയുകയാണ്. കർത്താവ് ഇന്ന് വേദനയോടെ നിലവിളിക്കുകയാണ്. കുരിശിൽ കിടന്ന് ഈശോ നിലവിളിച്ചില്ലേ, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. കർത്താവ് ഇന്ന് വേദനയോടെ നമ്മെ നോക്കി കരയുന്നു. എൻ്റെ സഹോദരങ്ങളെ, മറ്റെന്തിനേക്കാളും ഇന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 38-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. തീവ്രമായ ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവ്. ഇതിന് പരിഹാരമായി ഈശോ എന്താ നമ്മോട് പറയുന്നത്? ഞാൻ തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു, നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക, എന്നോടൊപ്പം ഉണർന്നിരിക്കുക. തൻ്റെ ജനത്തിൽ നിന്ന് മറ്റെന്തിനേക്കാളും ഉപരി കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഉണർവോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കണം. ഉണർന്നിരുന്ന കർത്താവിനെ ആരാധിക്കുന്നവരാകണം, അവിടുത്തെ സ്നേഹിക്കുന്നവരാകണം. കർത്താവിൻ്റെ മുൻപിൽ കരയുന്നവരായി, വിലപിക്കുന്നവരായി നമ്മൾ മാറണം. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ മനസ്സിലാക്കി അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന ജീവിതങ്ങളായി മാറണം. നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക. ഇന്ന് മറ്റെന്തിനേക്കാളും ഉപരി ഇന്ന് ഈ വചനം നമുക്കായി പരിശുദ്ധാത്മാവ് തരിക, നമ്മുടെ കുടുംബങ്ങൾക്ക് തരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ ഉണർവോടെ കർത്താവിനെ ആരാധിക്കേണ്ട സമയമാണിത്. നമ്മുടെ ജീവിതങ്ങൾ സഭയായി, സമൂഹമായി നമ്മൾ ഉണർന്നിരുന്ന കർത്താവിനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനുമുള്ള സമയം. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും കണ്ണുനീരുകളും ഇന്ന് മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് ആവശ്യമുണ്ട് സഹോദരങ്ങളെ. നമ്മുടെ വിശ്വാസം കർത്താവിന് ആവശ്യമാണ്, നമ്മുടെ സമർപ്പണം കർത്താവിന് ആവശ്യമാണ്, നമ്മുടെ സ്നേഹം കർത്താവിന് ആവശ്യമുണ്ട്. ഇതുപോലെ നമ്മുടെ കണ്ണുനീര് കർത്താവിന് ആവശ്യമുണ്ട്, നമ്മുടെ ഹൃദയ തകർച്ചകൾ കർത്താവിന് ആവശ്യമുണ്ട്. നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുക. ഇന്ന് ദൈവജനത്തിൻ്റെ ആത്മീയ മനോഷ്ഠത കണ്ട്, ആത്മീയ ഉറക്കം കണ്ട് കർത്താവ് ഒരുപാട് ദുഃഖിക്കുന്നു. പൗലോസ് സഭയോട് പറഞ്ഞു, എഫെസസ്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, അതുകൊണ്ടാണ് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക, ഉറങ്ങുന്നവനെ ഉണരുക.
ദൈവജനത്തിൻ്റെ ആത്മീയ മയക്കമാണ്, നമ്മുടെ ഉറക്കമാണ് ഇന്ന് പിശാചിൻ്റെ വിജയം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ ശത്രുവായ പിശാച് പാപത്തിൻ്റെ, അശുദ്ധിയുടെ, ജഡീകതയുടെ, ലൗകികതയുടെ കളകൾ വിതയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആത്മീയ ഉറക്കമാണ്. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മ പറയാ, ഉറങ്ങുന്നവനെ ഉണരുക, ഇത് ഉണരുവാനുള്ള സമയമാണ്, ഉണർന്നിരിക്കുവാനുള്ള സമയം. തെരഞ്ഞെടുക്കപ്പെട്ടവർ ഉണർവോടെ തങ്ങളെ തെരഞ്ഞെടുത്ത കർത്താവിനെ ആരാധിക്കുവാനുള്ള സമയം, തങ്ങളെ വിളിച്ച കർത്താവിനെ അധികമായി സ്നേഹിക്കുവാനുള്ള സമയം, ദൈവത്തിനു മുമ്പിൽ വിലാപമാചരിക്കുവാനുള്ള സമയം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സമയത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കണം. വീണ്ടും വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ്കാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വചനം. എല്ലാവരും ഉണർവോടെ വായിച്ച് നിങ്ങളുടെ വചനം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ദേശങ്ങൾക്ക് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുക, അവിശ്രാന്തം ഉണർന്നിരിക്കുക, ഇത് ഉണർന്നിരിക്കുവാനുള്ള സമയമാണ്. എൻ്റെ സഹോദരങ്ങൾ, ഉണർവോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, എന്താണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത? ഈ നാളുകളിൽ തൻ്റെ ജനത്തിൽ നിന്ന് കർത്താവ് എന്താ നമ്മോട് ആവശ്യപ്പെടുന്നത്? എന്താണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്? ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ? സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എല്ലാറ്റിനും ഓരോ സമയമുണ്ട്. എല്ലാറ്റിനുമുണ്ടൊരു സമയം. ചിരിക്കാനൊരു സമയം, കരയാനൊരു സമയം, വിതയ്ക്കാനൊരു സമയം, കൊയ്യാനൊരു സമയം, പണിതുയർത്തുവാൻ സമയം, ഇടിച്ചു നിരത്തുവാനൊരു സമയം. ദൈവത്തിൻ്റെ വചനം പറയാം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം എന്തിനുള്ള സമയമാണ്? ദൈവജനത്തിൽ നിന്ന് എന്താണ് കർത്താവ് ആവശ്യപ്പെടുന്നത്? താൻ വിളിച്ചവരിൽ നിന്ന്, കർത്താവ് തെരഞ്ഞെടുത്തവരിൽ നിന്ന് ഈ നാളുകളിൽ എന്താണ് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നത്? ഒന്നാമതായി, ഇത് പ്രാർത്ഥനയുടെയും വിലാപത്തിൻ്റെയും നാളുകളാണ്. ഇത് പ്രാർത്ഥനയുടെയും വിലാപത്തിൻ്റെയും നാളുകളാണ് സഹോദരങ്ങളെ.